ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, നമ്മൾ ഇന്നൊരു അനിമേഷൻ മൂവിയാണ് കാണാൻ പോകുന്നത്. ഇതൊരു ബൊമ്മ കഥയാണെന്ന് വിചാരിക്കേണ്ട, നല്ല രസമുള്ള ഒരു ഫാന്റസി കഥാപുസ്തകം വായിച്ച ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. 6 മുതൽ 60 വരെ ഏത് തന്തയ്ക്കും കിളവിക്കും കാണാൻ പറ്റിയ അതീവ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സിനിമയാണിത്. ഒരു സമുദ്രം, അതിനടിയിൽ പാർക്കുന്ന ഒരു പ്രത്യേക സമുദ്രജീവി. അവർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ഈ സമുദ്രജീവിക്ക് കരയിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹം, പെരുത്ത് കൊതിയാവാണ്. എന്ത് രസം. എന്നാൽ നാട്ടുകാരോ അവർക്ക് ഈ സമുദ്രജീവിനെ കണ്ട പേടിയാ. സീ മോൺസ്റ്റേഴ്സ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. പക്ഷെ ഒരു പയ്യൻ തന്റെ കൂട്ടുകാരനുമൊത്ത് ഈ മനുഷ്യരുടെ ഇടയിലേക്ക് വരും. എന്നിട്ട് നടക്കുന്ന സംഭവ ബഹുലമായ വിശേഷങ്ങളാണ് ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പം 2021 റിലീസ് ചെയ്ത ഈ ലൂക്ക എന്ന കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഗ്രാമത്തിൽ നിന്നും ഒരു ബോട്ട് ഇങ്ങനെ രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ആ ബോട്ടിൽ 2 ആൾക്കാരുണ്ട്. അതിലെ ചെറുപ്പക്കാരൻ അപ്പച്ചനോട് പറയാണ്, നമുക്ക് ഐലൻഡിന്റെ അടുത്തേക്ക് പോകണോ? അവിടെ സീ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പലരും പറയുന്നത്. ഇനി അത് സത്യമാണെങ്കിലോ? എനിക്ക് പേടിയാവുന്നു. അത് കേൾക്കുമ്പോൾ അപ്പച്ചൻ പറയും, ഇങ്ങനെ പേടിക്കാതെ മണ്ട, അതെല്ലാം കെട്ടുകഥകളാണ്. അങ്ങനെ മോൺസ്റ്റേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. ആ ഭാഗത്ത് പോയി ആരും മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടി കള്ളന്മാര് പറഞ്ഞുണ്ടാക്കിയ കഥയാണത്. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പച്ചൻ ആ ഐലൻഡിന്റെ അടുത്തേക്ക് തന്നെ ബോട്ട് ഓടിച്ചു പോവുക. ഈ സമയത്ത് വ്യാളി രൂപത്തിലുള്ള എന്തോ ഒന്ന് ഇവരെ ബോട്ടിലുള്ള ഓരോ സാധനങ്ങളായിട്ട് അടിച്ചു മാറ്റുന്നു. പെട്ടെന്നത് ആ ചെറുപ്പക്കാരൻ കാണുന്നുണ്ട്. അവൻ കണ്ട് പേടിച്ച് നിലവിളിച്ച്, എന്താ അത്? എന്തോ ഒരു കറുത്ത രൂപം, പ്രേതരൂപം ഈ വഴി പോകുന്ന ഞാൻ കണ്ടു എന്ന് പറയാ. ഉടനെ അപ്പച്ചൻ നോക്കുമ്പോഴും ആ രൂപം പാസ് ചെയ്തു പോകുന്നുണ്ട്. ഈ രൂപം നേരെ ചെന്ന് അവരുടെ വലയിൽ കുരുങ്ങും. ഇവരാ വല വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പൊട്ടിപ്പോവാണ്. പെട്ടെന്ന് ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഭീകര വ്യാളി ഇവരെ ബോട്ടിന് മുകളിലൂടെ ചാടിപ്പറന്ന് അപ്പുറത്തെ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴും. ഈ അപ്പച്ചനും മകനും പേടിച്ച് വിറയ്ക്കുക. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞതുകൊണ്ട് അതിലെ കുറച്ച് സാധനങ്ങൾ വെള്ളത്തിൽ പോയി. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഈ കടലിനടിയിൽ താമസിക്കുന്ന കുറച്ച് പാവപ്പെട്ട കടൽ മനുഷ്യരുണ്ട്. അവർക്കാണ് ഈ വാൽമാക്രിയുടെ രൂപമുള്ളത്. വലിയ വാലൊക്കെയുണ്ട്. അതിലെ ഈ നീല കൊച്ചുപയ്യന്റെ പേരാണ് ലൂക്ക. അവന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീനുകളെ മേയ്ക്കുന്നതാണ്. ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ട മീനുകളെല്ലാം മേയ്ച്ച് വളർത്തിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇത്തവണ ഏതോ മീന് കൂട്ടം തെറ്റിപ്പോയി. ലൂക്ക ഓടിച്ചെന്ന് അതിനെല്ലാം പിടിച്ചോണ്ട് വരും. അടുത്ത് തന്നെ കുറെ അയൽവാസികൾ ഇതേപോലെ വാലും വെച്ച് താമസിക്കുന്നുണ്ടാവും. കടലിന് ഏറ്റവും അടിത്തട്ടിലാണിത്. പുറമേയുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഇത് കാണില്ല. ലൂക്ക ഈ മീനുകളെല്ലാം കൊണ്ട് മേയ്ക്കാൻ പോകുന്നു. പുറമേയുള്ള മനുഷ്യർക്ക് എങ്ങനെയാണോ ഈ കടൽ മനുഷ്യരെ പേടി, അതേപോലെ നമ്മുടെ കടൽ മനുഷ്യർക്ക് പുറമേയുള്ള മനുഷ്യരെയും പേടിയാ. ലാൻഡ് മോൺസ്റ്റേഴ്സ് എന്നാണ് ഇവരവരെ വിളിക്കുന്നത്. അങ്ങനെ കരപ്പിശാചുക്കളെ കാണാതെ ഒളിച്ചൊളിച്ചാണ് ഇവർ ജീവിക്കുന്നത്. ഒളിച്ചൊളിച്ചാണ് നമ്മുടെ ലൂക്കയും അവന്റെ മീനുകളെല്ലാം മേയ്ക്കുന്നത്. ഒരു പറമ്പിൽ കൊണ്ടുപോയി മീനുകളെ വിട്ടിട്ട് അവിടുത്തെ ഒരു പാറക്കല്ലി കയറിയിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദിവസം അവനൊരു ടൈം പീസ് കാണുന്നത്. ഇന്നലത്തെ ബോട്ടിൽ നിന്ന് മിസ്സായി താഴെ വീണതാ അത്. ഇതെന്താ സംഭവം എന്ന് അവൻ ആദ്യം മനസ്സിലാവില്ല. ഈ രൂപത്തെയൊന്നും കണ്ട് പേടിക്കണ്ട, പാവം ചെറുക്കനാത്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ രൂപവും മാറും. ഇപ്പൊ തറയിൽ മറ്റെന്തോ കിടക്കുന്ന കണ്ട് അവനതെടുക്കാൻ വേണ്ടി പോവുക. ഒരു സ്പാനറാണത്. അപ്പോഴായിരിക്കും മനുഷ്യമൃഗങ്ങൾ ബോട്ടിലൂടെ വരുന്നവൻ കാണുന്നത്. ഉടനെ ഓടിച്ചെന്ന് തന്റെ മീനുകളെല്ലാം കൂട്ടി ഇവൻ പാറക്കല്ലിനടിയിൽ ഒളിച്ചിരിക്കും. ആ മനുഷ്യന്മാര് പോയി കഴിഞ്ഞിട്ടാണ് പുറത്തു വരിക. അപ്പോഴേക്കും ഉച്ചഭക്ഷണം റെഡിയായി എന്ന് പറഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഇവൻ കയ്യിൽ കിട്ടിയ സാധനം ഒളിച്ചു വെച്ചിട്ട് മീനുകളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുക. അമ്മയോ അപ്പനോ ഒക്കെ ഇതേ രൂപമുള്ള കടൽ മനുഷ്യരാണ്. ഒരു അമ്മൂമ്മയുണ്ട്. ഇവരെല്ലാം കൂടെ ഒരു പൊത്തിനകത്താണ് താമസിക്കുന്നത്. അപ്പന്റെ ജോലി ഞണ്ടിനെ വളർത്തുന്ന. എന്റെ മകാനെ, നീ എവിടെ പോയി എന്ന് ചോദിക്കുക അപ്പൻ. അത് കഴിഞ്ഞ് ഇവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ആ സമയത്തായിരിക്കും ലൂക്ക അമ്മൂമ്മയോട് ചോദിക്കുന്നത്, ഈ ബോട്ടുകളൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന്. അപ്പൊ അമ്മൂമ്മ പറയും, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കരയുള്ളത്. ആ കരയത്തെ ആൾക്കാരാണ് ഈ ബോട്ട് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഉടനെ അമ്മ പറയും, അവർ ലാൻഡ് മോൺസ്റ്റേഴ്സ് ആണ്. നമ്മളെ കണ്ടാൽ ഉടനെ അവർ കൊന്നുകളയും, അല്ലെങ്കിൽ പിടിച്ച് തിന്നുകളയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പാടില്ല. ശരിയെന്ന് പറഞ്ഞ് ലൂക്ക വീണ്ടും മീനുകളെയും കൊണ്ട് മേയ്ക്കാൻ പോവാണ്. ആ സമയത്താണ് നേരത്തെ കണ്ട സ്പാനർ എടുക്കാൻ വേണ്ടി ഇവൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിന് തൊട്ടപ്പുറത്തായി ഒരു കുപ്പി ഗ്ലാസ് കിടക്കുന്ന കാണാം. ഇവൻ അതെടുക്കുമ്പോൾ അതിനും തൊട്ടപ്പുറത്തായി ഒരു പാട്ട് വെട്ടി അത് കിടക്കുന്നു. ഇവൻ മെല്ലെ ചെന്ന് അതെന്താണെന്നൊക്കെ നോക്കി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹിരാകാശ ഉടുപ്പൊക്കെ ഇട്ട മനുഷ്യൻ അവന് പുറകിലൂടെ വന്ന് ഇറങ്ങാണ്. അയാളുടെ കയ്യിലൊരു കുന്തമുണ്ട്. ഇയാൾ തൊട്ട
തൊട്ടടുത്ത് എത്തുമ്പോഴാണ് ലൂക്ക കാണുന്നത്. അവൻ പേടിച്ചരണ്ട ഒച്ച വെച്ച് എന്നെ കൊല്ലല്ലേന്നും പറഞ്ഞ് അടുത്തുള്ളൊരു പൊത്തിനകത്ത് കയറി വിളിക്കും. ഈ മനുഷ്യരൂപം ആ പൊത്തിനകത്തേക്കും കയറിച്ചില്ല. മരിക്കാൻ പോവാന്ന് മനസ്സിലാക്കിയിട്ട് ലൂക്ക കണ്ണടയ്ക്കും. അപ്പൊ ഈ മനുഷ്യൻ അടുത്ത് പോയി, ബോ പേടിച്ചു പോയ നീ പേടിക്കണ്ട, ഞാൻ മനുഷ്യനല്ല, ഞാനും കടൽ ജീവിയാണെന്നും പറഞ്ഞ് ആ ചെറുക്കൻ മുഖം മൂടി അഴിക്കും. അപ്പൊ അവനും നമ്മുടെ ലൂക്കയെ പോലെ തന്നെയുള്ളൊരു കടൽ ജീവിയാണ്. കുറച്ച് നിറവ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏതോ അയൽനാട്ടിൽ നിന്നാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ ഓടിച്ചെന്ന് ആ പാട്ടുപെട്ടിയും ഗ്ലാസും ഒക്കെ പെറുക്കാൻ തുടങ്ങും. ഉടനെ ലൂക്ക ചോദിക്കുക, സഹോദര നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ആ പയ്യൻ പറയും, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ, ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നാണെന്ന്. അവൻ അതെല്ലാം പെറുക്കിയെടുത്തിട്ട് പോവാൻ നിൽക്കുക. പക്ഷെ അവൻ്റെ കുന്തം നമ്മുടെ ലൂക്കയുടെ കയ്യിൽ പെട്ടുപോയി. ഈ കുന്തം കൊടുക്കാൻ വേണ്ടി ലൂക്ക അവന് പുറകെ ചെല്ലും. ഏകദേശം കരയുടെ അടുത്തെത്തുമ്പോൾ ആ ചെറുക്കൻ കുന്തവും വാങ്ങിച്ചിട്ട്, എന്നാ ശരി ഞാൻ പോയിട്ട് വരാൻ പയ്യാന്നും പറഞ്ഞ് കരയിലേക്ക് കയറി പോവാ. ഈ കരയിലേക്ക് കയറിയ ചെറുക്കൻ്റെ രൂപം മാറി. അവൻ മനുഷ്യരൂപത്തിലായി മാറിയിരിക്കുന്നു. ഇത് കണ്ട് ലൂക്ക ഞെട്ടും. അവനിങ്ങനെ പേടിച്ചിരിക്കുമ്പം ഈ ചെറുക്കൻ കുന്തം കൊണ്ട് ലൂക്കയെ വലിച്ച് കരയിലേക്ക് ഇടുക. കരയെ വന്ന് വീണുടനെ ലൂക്ക കടന്ന് പെടയാൻ തുടങ്ങും. എൻ്റെ ശരീരം പൊള്ളിയേ വെന്തേ ഞാൻ മരിച്ചേന്നും പറഞ്ഞ് ശ്വാസം കിട്ടാത്ത പോലെ കിടന്ന് പെടയ്യ. പക്ഷെ സത്യത്തിൽ അവനൊന്നും പറ്റിയിട്ടില്ല. ഈ കടൽ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരയിലെ മനുഷ്യരെ പോലെ രൂപം മാറും. അങ്ങനെ ലൂക്കയുടെയും രൂപം മാറിയതാ. ലൂക്ക കടന്ന് പെടയുന്ന കാണുമ്പോൾ ആ ചെറുക്കൻ ചോദിക്കുക, നീ ആദ്യമായിട്ടാണോ കരയിലേക്ക് വന്നതെന്ന്? ലൂക്ക പറയും, അതെ ആദ്യമായിട്ടാ, ഞാൻ നല്ല കുട്ടിയാ, ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, അങ്ങനെ വരാൻ പാടില്ല, അത് ആപത്താണെന്നാണ് അമ്മ പറഞ്ഞത്. അത് കേട്ട് ആ ചെറുക്കൻ പറയും, പേടിക്കൊന്നും വേണ്ട, നീ ഒന്ന് ശ്വാസം വലിച്ചു വിട, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ചുറ്റും നോക്കുന്നു പറയും. ലൂക്ക നോക്കുമ്പോൾ ഭംഗിയുള്ള ആകാശം, കുറെ കാക്കകൾ പറക്കുന്നു, ചെടികളുണ്ട്, സൂര്യപ്രകാശമുണ്ട്, നല്ല രസം. എന്നാലും അമ്മ പറഞ്ഞല്ലേ പുറത്തു പോകാൻ പാടില്ലെന്ന്. ഞാൻ പുറത്തു പോകുന്നത് നല്ലതല്ല, അത് നല്ല കുട്ടികൾക്ക് ചേർന്നല്ല എന്നും പറഞ്ഞ് ഇവൻ വീണ്ടും ഉരുണ്ട് വെള്ളത്തിലേക്ക് ചെന്ന് വീഴും. അപ്പൊ രൂപം മാറുന്നു. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരില്ല, നിങ്ങളെ കൂട്ടുകെട്ട് നല്ലതല്ല എന്നും പറഞ്ഞിട്ട് അവന്റെ കുന്തവും തിരിച്ചു കൊടുത്ത് ലൂക്ക നേരെ വീട്ടിലേക്ക് പോവാ. എന്നാൽ രാത്രി മുഴുവൻ അവൻ ആ കരയെ പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരിക്കും. എന്തായിരിക്കും ആ കരയിലുണ്ടാവുക? നമ്മൾ ഇതുവരെ കാണാത്തതല്ലേ, ഒന്ന് പോയി നോക്കിയാലോ. ഇങ്ങനെ കരയിലേക്ക് പോകാനുള്ള പെമ്പരം നൊമ്പരമായിരിക്കും അവന് രാത്രി മുഴുവൻ. നല്ല ചന്തമുള്ള കട്ടില്, പാറപ്പുറത്തെ പായലിന് എന്ത് ഭംഗിയല്ലേ. എന്തായാലും പിറ്റേ ദിവസം കരയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് ഇവൻ തനിക്ക് പകരം 2 കല്ലും പുല്ലും എടുത്തു വെച്ച് മീനുകൾക്ക് കാവൽ നിർത്തി നേരെ കരയുള്ള ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ വെള്ളത്തിൽ നിന്ന് പുറത്തു വരാൻ അവന് നല്ല പേടിയുണ്ടാവും. കഷ്ടിച്ച് പുറത്തു വരാൻ ശ്രമിക്കുമ്പോഴാണ് പുറകിലൂടെ ആ ചെറുക്കം വരുന്നത്. നീ എന്താണ് ഇവിടെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു? എന്തായാലും ഇവിടെയും വരെ വന്നതല്ലേ, എന്നാൽ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് എൻ്റെ പുറകെ വാന്നും പറഞ്ഞ് ആ ചെറുക്കൻ തെണ്ടി കിട്ടിയ കുറച്ച് സാധനങ്ങൾ ലൂക്കയുടെ കൈയിൽ കൊടുത്ത് അവന് പുറകെ ചെല്ലാൻ പറയും. അവസാനം രണ്ടും കൽപ്പിച്ച് ലൂക്ക കരയിലേക്ക് കയറി. അവന്റെ രൂപം മാറി, കാണാനൊരു മനുഷ്യനെ പോലെ ആയിട്ടുണ്ട്. പക്ഷെ നടക്കാൻ അറിഞ്ഞൂടാ. മറ്റേ ചെറുക്കൻ നന്നായി നടക്കുന്നുണ്ട്. ഇത്രയും കാലം നീന്തിയതുകൊണ്ട് ലൂക്കയ്ക്ക് നടക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ ആ ചെറുക്കൻ പറയും, നീ പേടിക്കണ്ട, നടത്തം കണ്ടുപിടിച്ച് തന്നെ ഞാനാ, അതെങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്ക്, ഓരോ ഭാഗങ്ങളായി എടുത്തു വെച്ച് എഴുന്നേറ്റ് നിന്നാൽ മതി. പിന്നെ ഈ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല, നീന്തുന്ന പോലെ തന്നെയാ. വാലുണ്ടാവില്ല, ചെകിളയുണ്ടാവില്ല, കൂടെ തന്നെ വെള്ളം ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നീന്തണ പോലെ തന്നെയാ. ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ പറയും. ഇപ്രാവശ്യം അവനെ കൊണ്ട് പറ്റുന്നില്ല, അവൻ വീഴാൻ നിലത്തേക്ക്. അപ്പൊ ആ ചെറുക്കൻ നടക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഓരോ തവണ കാലെടുത്ത് വെക്കുമ്പോഴും വീഴാൻ പോകും. അപ്പൊ വീണ്ടും രണ്ടാമത്തെ കാലെടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ നിനക്ക് നടക്കാൻ പഠിക്കാമെന്നും പറഞ്ഞ് അവൻ ട്രെയിനിങ് കൊടുക്കും. അവൻ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ലൂക്കയ്ക്ക് പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റുക. അത് കഴിയുമ്പോൾ അവൻ പരിചയപ്പെടും. എൻ്റെ പേര് അൽബർട്ടോ എന്നാണ്, നിന്റെ പേരെന്താണ്? ലൂക്ക പറയും ലൂക്ക പഗുറോ എന്നാണെന്ന്. രണ്ടുപേരും പരിചയപ്പെട്ടു. എന്നാൽ എൻ്റെ കൂടെ വായോ, കൂടുതൽ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഈ അൽബർട്ടോ ലൂക്കയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ ക്ലിഫിന്റെ മണ്ടയിലേക്ക്. അവിടെ ഒരു പഴയ ടവർ ഹൗസ് ഉണ്ട്. അതിന് മുകളിലാണ് ഈ അൽബർട്ടോ താമസിക്കുന്നത്. ലൂക്കയ്ക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരിക്കും. ഇങ്ങനെ കരയിലൂടെ നടക്കുന്നത് ഡേഞ്ചർ അല്ലേ എന്ന് അവൻ അൽബർട്ടയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അൽബർട്ടോ പറയും, അത് നിന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിച്ചതാ. സത്യത്തിൽ കരയിലുള്ള എല്ലാ സംഭവങ്ങളും നല്ല, നമുക്കിവിടെ ശ്വസിക്കാം, കാറ്റുണ്ട്, കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ചാടാം, ഗ്രാവിറ്റി ഉണ്ട്, മുകളിലേക്ക് നോക്കിയാൽ ആകാശമുണ്ട്, മേഘങ്ങളുണ്ട്, പറവകളുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ ഈ ആകാശം ലീക്ക് ആവുന്നു മാത്രം. അതൊരു വലിയ വിഷയമായിട്ട് എടുക്കണ്ട, നീ എൻ്റെ കൂടെ വായൊന്നും പറഞ്ഞ് അൽബർട്ടോ ലൂക്കയെ അവന്റെ ടവർ ഹൗസിന് മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോവാ. അവിടെ ഈ അൽബർട്ടോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാവും. ആൾക്കാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതും കളഞ്ഞു കിട്ടിയതൊക്കെ ആയിട്ട്. അതിൽ ആ പാട്ട് വെട്ടി അത് പൊളിഞ്ഞിരിക്കുക. എന്നാൽ ലൂക്ക തിരിക്കുമ്പോൾ അത് പാടുന്നുണ്ട്. രണ്ടുപേർക്കും അതിശയാവും. ഇത് കഴിയുമ്പോൾ ഒരു സ്കൂട്ടറിന്റെ പടം അൽബർട്ടോ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ലൂക്ക ചോദിക്കുകയാണ് അതെന്താണെന്ന്. അൽബർട്ടോ പറയും, ഇതിന്റെ പേരാണ് വെസ്പ. ഈ വെസ്പ ഉണ്ടെങ്കിൽ നമുക്ക് കരയിലൂടെ എങ്ങോട്ടും പോകാം, എവിടേക്ക് സഞ്ചരിക്കാം, ശരിക്കും സ്വാതന്ത്ര്യമാണത്. ഇത് കേൾക്കുമ്പോൾ ലൂക്ക ആലോചിച്ച് നോക്കും. ആ വെസ്പയും കൊണ്ട് കടലും കരകളും എല്ലാം താണ്ടി ലോകം ചുറ്റി വരുന്നത്. അവന് വലിയ ആഗ്രഹമാണ് ഈ ലോകം എല്ലാം ചുറ്റി കാണണം എന്നുള്ളത്.
അതവൻ ആലോചിച്ച് കഴിഞ്ഞിട്ട് അൽബർട്ടയോട് ചോദിക്കുകയാണ്, നിനക്കൊരു വെസ്പ ഉണ്ടാക്കിക്കൂടെ? നിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരു തവണ നിനക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചൂടെ? ഇത് കേൾക്കുമ്പോൾ അൽബർട്ടോ പറയും, ശരിയാണല്ലോ, നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ റെഡിയാണ്. അത് കേൾക്കുമ്പോൾ ലൂക്കയ്ക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഈ വണ്ടി ഉണ്ടാക്കാൻ ഇവന് കൂട്ടു നിന്നാൽ ഒരുപാട് സമയം പോവില്ലേ, വീട്ടുകാരറിഞ്ഞാലോ അത് വലിയ കുഴപ്പമാവും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാന്നും പറഞ്ഞ് ലൂക്ക പോകാൻ നിൽക്കുക. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ ആ വെസ്പ വേണമെന്ന് ഒരുപാട് ആഗ്രഹമായി. അതുകൊണ്ട് അവൻ അൽബർട്ടോടെ കൂടെ നിന്ന് രണ്ടുപേരും കൂടെ 1-2 മണിക്കൂർ പണിത് അവിടെയുള്ള കമ്പും കരടൊക്കെ വെച്ച് ഒരു വെസ്പ വണ്ടി ഉണ്ടാക്കി. ഒരു മരവണ്ടിയാണത്. എന്നാൽ ഇപ്പൊ സന്ധ്യ ആയതുകൊണ്ട് നാളെ നമുക്ക് ഓടിച്ചു നോക്കാന്നും പറഞ്ഞ് ലൂക്ക വീട്ടിലേക്ക് തിരിക്കുക. വീട്ടിലെത്തിയ ഉടനെ അമ്മ പിടിച്ചു. കാരണം നേരം വൈകി അവൻ വീട്ടിലേക്ക് എത്തിയത്. ആ മേയ്ക്കണ സ്ഥലത്ത് അവൻ ഉണ്ടായിരുന്നില്ല. അമ്മ ചെന്ന് നോക്കിയതാ. നീ എവിടെ പോയതാണെന്നും ചോദിച്ച് അമ്മ കലിപ്പിച്ച് നിൽക്കുക. ഭാഗ്യത്തിന് അമ്മൂമ്മ രക്ഷപ്പെടുത്തും. ഞാൻ അവനെ ചിപ്പി വെറുക്കാൻ പറഞ്ഞു വിട്ടതായിരുന്നു, നിന്നോട് പറഞ്ഞില്ല, അവനെ വിട്ടേക്ക്, അവൻ അങ്ങോട്ട് പോയതാണെന്ന് അമ്മൂമ്മ പറയും. ഉടനെ ലൂക്ക അവനെ രക്ഷപ്പെടുത്തിയതിന് അമ്മൂമ്മയോട് നന്ദി പറയാം. എന്നിട്ട് മിണ്ടാതെ ചെന്ന് കിടക്കുന്നു. പിറ്റേ ദിവസം കരയിൽ പോണ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്ന് വളരെ നേരത്തെ തന്നെ ലൂക്ക അൽബർട്ടോടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. രണ്ടുപേരും കൂടെ ആ വെസ്പ ഓടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. ഒരു വലിയ ചെരുവിലൂടെ ഓടിക്കാനാണ് അവർ തീരുമാനിക്കുക. അൽബർട്ടോ പറയും ലൂക്കയോട് ഓടിക്കാൻ. എന്നാൽ ലൂക്കയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചത്തുപോയി ഇത് ഓടിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാമെന്ന് പറയാം. അപ്പൊ അൽബർട്ടോ എന്നാ പിന്നെ ഈ പലക പിടിച്ച് ആ പാറപ്പുറത്ത് നിന്നോ, ഞാൻ ഓടിച്ചു വന്ന് ആ പലകയിലൂടെ തെന്നി മുകളിലേക്ക് ചാടി വെള്ളത്തിലേക്ക് വീഴാം. അങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമാവെന്നും പറഞ്ഞ് ഇവനെ പലക പിടിക്കാൻ നിർത്തിയിട്ട് അൽബർട്ടോ ഈ വെസ്പ കുന്നിന് മുകളീന്ന് ഓടിച്ചു വരിക താഴത്തേക്ക്. വരുന്ന വഴി തന്നെ കല്ലിയിടിച്ചത് 2 പീസായിട്ട് ഒടിയുന്നുണ്ട്. ഇനി ആ ഒറ്റ പീസെങ്കിലും എത്തുമെന്ന് നോക്കുമ്പോൾ അടുത്ത കല്ലിയിടിച്ച് ആ ബാക്കിയുള്ള ടയറും പൊട്ടിപ്പോയി. അവസാനം അൽബർട്ടോ മാത്രമാണ് ഓടി വരിക. ഓടി വന്നവൻ പലകയെ തട്ടി വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. തെറിച്ചു വീണ പയ്യന് അനക്കൂല്ല. അവൻ ചത്തുപോയി, ഒരുത്തനെ ഞാൻ കൊന്നെന്നും പറഞ്ഞ് ലൂക്ക മോളിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്നായിരിക്കും അൽബർട്ടോ, ഇല്ലടാ ഞാൻ ചത്തിട്ടില്ല, എനിക്ക് ഉയരുണ്ട്, എന്ത് രസമായിരുന്ന ചാടിയത്, ഒന്നുകൂടെ ഉണ്ടാക്കാന്നും പറഞ്ഞ് കയറി വരിക. വീണ്ടും അവർ പണിപ്പെട്ട് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ തുടങ്ങി. ലൂക്കയ്ക്ക് പുതിയ കുപ്പായൊക്കെ കൊടുത്തു അൽബർട്ടോ. ഇപ്പൊ അവൻ ദിവസവും അൽബർട്ടോടെ കൂടെ വന്ന് കളിക്കുന്നുണ്ട്. ഇവര് പുതിയ സ്കൂട്ടർ ഉണ്ടാക്കി അതേ ക്ലിഫിൽ നിന്ന് താഴത്തേക്ക് ഓടിച്ച് കളിക്കും. ഓരോ തവണയും സ്കൂട്ടർ പൊളിയുന്നേ ഉള്ളൂ. ഇതുവരെയായിട്ട് അവർക്ക് ചാടാൻ കഴിഞ്ഞിട്ടില്ല. അമ്മയാണെങ്കിൽ ആ പാറ രൂപം കണ്ടിട്ട് ഇവൻ എങ്ങോട്ടും പോയിട്ടില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇത്രയും ദിവസം. പക്ഷെ ഒരു ദിവസം അടുത്ത് പോകുമ്പോൾ ഇവൻ ആ പാറയെ ചിത്രം വരച്ച് ഇവരെ പറ്റിക്കുകയായിരുന്നു എന്ന് അപ്പനും അമ്മയും കണ്ടെത്തി. ഇവിടെ അണ്ണന്മാര് ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ചാടി കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അപ്പനും അമ്മയും കണ്ടുപിടിച്ചു മോനി രൂപം ഉണ്ടാക്കി വെച്ച് പറ്റിച്ച് കരയിലേക്ക് പോകുകയാണെന്ന്. അതേ ദിവസം തന്നെ ലൂക്കയും അൽബർത്തോയും കൂടെ മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ബോട്ട് അവിടെ വലയിടാൻ വേണ്ടി വരും. ഇവരെ നോക്കുമ്പോൾ ആ ബോട്ടിനെ പാസ് ചെയ്ത് മറ്റൊരു ബോട്ട് പോകുന്നുണ്ട്. അതിലൊരു മനുഷ്യൻ നിനക്ക് എന്തു പറ്റിയിടാ മണ്ടാന്നും ചോദിച്ച് അടുത്തുള്ള ആളെ ചീത്ത പറയുന്നു. ഇവര് വിചാരിക്കും മനുഷ്യന്മാര് പരസ്പരം സ്നേഹത്തോടെ അങ്ങനെയാണ് സംസാരിക്കണമെന്ന്. അതുകൊണ്ട് ആ ഒരു വാക്യം മാത്രം ഇവർ പഠിച്ചു വെക്കും, നിനക്ക് എന്തു പറ്റിയിടാൻ മണ്ടാന്നുള്ളത്. അങ്ങനെ അവർ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഒരു ദിവസം അൽബർട്ടോ പറയും, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നില്ല, നീയും കൂടെ എൻ്റെ ഒപ്പം വരണം. നമ്മൾ 2 പേരും കൂടിയിട്ടാണ് ചെരുവിലൂടെ ഈ വെസ്പ ഓടിക്കാൻ പോകുന്നത്. ഒരു ആമയെ പിടിച്ച് മുട്ടും കൊടുത്ത് പാറയുടെ അറ്റത്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ലൂക്കയ്ക്ക് പേടിയാ, ചത്താലും ഞാൻ വണ്ടി കയറില്ല, എനിക്ക് പേടിയാന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ അൽബർട്ടോ പറയും, നമ്മുടെ ശത്രുവാണ് മനസ്സിന്ന്, നമുക്ക് പറ്റില്ല, നമുക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു. അതിന്റെ പേര് ബ്രൂണോ എന്നാ. സൈലൻസോ ബ്രൂണോ എന്ന് ഒച്ചയിട്ട് പറഞ്ഞാൽ ആ ശത്രു ദൂരെ പോവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല, നീയും അങ്ങനെ ഒച്ചയിട്ട് പറയുന്നും പറഞ്ഞ് അവനെ കൊണ്ട് സൈലൻസോ ബ്രൂണോ എന്ന് പറയിച്ച് ഇപ്പൊ കേരള വണ്ടിയിലെന്നും പറഞ്ഞ് വലിച്ച് വണ്ടി കയറ്റിയിരുത്തുക. എന്നിട്ട് രണ്ടും കൂടെ അതിവേഗത്തിൽ മലയുടെ മണ്ടേന്ന് ഈ പാറപ്പുറത്തേക്ക് വണ്ടി ഓടിച്ച് ചീറി പാഞ്ഞു വരിക. എന്താ നടക്കാൻ പോണേന്നറിയില്ല, ഇപ്പൊ തന്നെ വണ്ടി പൊട്ടിയിട്ടുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് ഇവർ ആ പലകയിലേക്ക് എത്തിപ്പെട്ടു. ഇപ്രാവശ്യം പലകയിലിടിച്ച് ആകാശത്തേക്ക് അവർ പറന്നുയരുന്നുണ്ട്. അവരാഗ്രഹിച്ചതുപോലെ തന്നെ പറവകൾക്കൊപ്പം അവർ പറക്കാൻ തുടങ്ങും. എന്നിട്ട് ഒരൊറ്റ വരവാ താഴത്തേക്ക്. നേരെ പാറയുടെ മണ്ടയാണ് സ്ഥാനമായിട്ട് കിട്ടുക. അധികം ഒന്ന് ഇടിച്ചിരുന്നെങ്കിൽ രണ്ടും ചത്തേനെ. ഭാഗ്യത്തിന് വണ്ടി 2 പീസായി പൊട്ടി 2 ഭാഗത്തേക്ക് വെള്ളത്തിലേക്ക് വീണ് 2 എണ്ണവും രക്ഷപ്പെട്ടു. നമ്മൾ എത്ര ദൂരെ പറന്ന് കണ്ടോ. ഈ അനുഭവം മറ്റെവിടുന്നെങ്കിലും കിട്ടുമെന്നും ചോദിച്ച് അൽബർട്ടോ ആർത്തുല്ലസിച്ച് ചിരിക്കുകയാണ്. ഒപ്പം ലൂക്കയും ചിരിക്കും. 2 പേർക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിപ്പോൾ സന്ധ്യ ആയിരിക്കുന്നു. ടവർ ഹൗസിന് മണ്ടയിൽ 2 പേരും കിടന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ ലൂക്ക ചോദിക്കും, ആകാശത്തുള്ള ആ മിന്നുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിന് അൽബർട്ടോ പറയാണ്, ആ മിന്നുന്നതെല്ലാം മത്തി മീനുകളാണത്രേ. പിന്നെ ആ ചന്ദ്രൻ, അത് മത്തികളുടെ തള്ള. ഈ കുട്ടിമത്തികളെല്ലാം ഉറക്കം വരുമ്പോൾ അമ്മയുടെ ചിറകനടി പോയി കിടന്നുറങ്ങും. ഞാൻ ഒരു തവണ അതിനെ തൊട്ടു നോക്കിയിട്ടുണ്ട്. നല്ല മെഴുമെഴുക്ക, മീനിനെ പോലെ തന്നെ. എനിക്കിഷ്ടമായില്ല. ഇത് കേൾക്കുമ്പോൾ ലൂക്ക പറയാണ്, നിന്റെ ജീവിതം എത്ര സന്തോഷകരമാണ്, നിനക്കിഷ്ടമുള്ള എല്ലാം ചെയ്യാം, പക്ഷെ എന്നെ എൻ്റെ വീട്ടുകാർ എങ്ങോട്ടും വിടുന്നില്ല, അതാണ് എനിക്ക് സങ്കടം. അതിന് അൽബർട്ടോ പറയും, നീ ഇപ്പം ഇവിടെ എത്തിയില്ലേ, ഇനിയിപ്പം നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാലോ. ഉടനെ ലൂക്ക
അതിനെനിക്ക് നിന്നോടാണ് നന്ദി പറയേണ്ടത്. നീയാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ലോകം കാണിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് ലൂക്ക ദൂരത്തേക്ക് നോക്കുക. അപ്പോൾ അവിടെ ഒരു സിറ്റി കാണാം, മനുഷ്യർ വസിക്കുന്ന സിറ്റി. ഇത് കണ്ട് ലൂക്ക ആൽബർട്ടോയോട് ചോദിക്കുകയാണ്, നീ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആൽബർട്ടോ പറയും, ഞാൻ പോയിട്ടില്ല, എൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛൻ ആ സ്ഥലത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്ക് ആ മനുഷ്യന്മാരെ കുറിച്ചെല്ലാം അറിയാം. അതിന് ലൂക്ക, നിന്റെ അച്ഛൻ നീ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചു തരുന്നു. എത്ര നല്ല അച്ഛനാ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മാതാപിതാക്കൾ ഇല്ലാതെ പോയി. അത് കേട്ട് ആൽബർട്ടോ പറയും, നീ വിഷമിക്കാതെ, നമുക്കൊരു റിയൽ വെസ്പ കിട്ടിയാൽ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. അപ്പൊ ലൂക്ക ആ സ്കൂട്ടറുമായി നാടെല്ലാം ചുറ്റിക്കറങ്ങുന്നത് ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കാണാണ്. അവർ ആ സ്കൂട്ടർ ഓടിച്ച് ആകാശത്തേക്കും പറന്നു. ആൽബർട്ടോ പറഞ്ഞു പറ്റിച്ചതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം ഇവനപ്പം മീനായിട്ടാണ് കാണുക. ഒപ്പം ആ തള്ളമീനിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്വപ്നമെല്ലാം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ സമയം ഒരുപാട് വൈകി, ഇരുട്ടായി. ലൂക്ക നേരെ വീട്ടിലേക്ക് ഓടുക. ഭാഗ്യത്തിന് എല്ലാവരും കിടന്നുറങ്ങിയിരിക്കുന്നു. ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് താനും കിടക്കാൻ പോകുമ്പോഴാണ് അമ്മ പ്രേതത്തെ പോലെ വന്ന് നിൽക്കുക. എന്നിട്ട് ആ ടൈം പീസൊക്കെ കാണിച്ച്, നിന്നോട് ആര് പറഞ്ഞടാ കരയിലേക്ക് പോകാൻ? ഇനി മേലിൽ അങ്ങോട്ട് പോയിക്കൂടാ, അത് അപകടമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, സത്യം ചെയ്ത് പറയും, ഇനി മേലിൽ നീ കരയിലേക്ക് പോകില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ ലൂക്ക പറയും, ആക്ച്വലി മമ്മി ഡാഡി, കര നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പേടിയുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ രസമായിരുന്നു, പുതിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാനും എൻ്റെ കൂട്ടുകാരനും വളരെ കെയർഫുള്ളായി മനുഷ്യരെ കാണാതെയാണ് അവിടെ കഴിഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ അവർ ചോദിക്കും കൂട്ടുകാരൻ ആരാണെന്ന്. അവൻ ആൽബർട്ടോ ആണെന്നും മനുഷ്യനല്ല, നമ്മളെപ്പോലെ തന്നെയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട എന്നും ലൂക്ക പറയാണ്. ഉടനെ ഒരു ഗുണ്ടമ്മാവൻ, ഏതോ ഇരുട്ട് കടലിൽ നിന്ന് വന്ന ഗുണ്ടമ്മാവൻ, അങ്ങേര് പറയാണ്, ചീത്ത കൂട്ടുകെട്ടുകൾ ആൾക്കാരെ നശിപ്പിക്കും. ആ പയ്യനായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൂക്കയെ നശിപ്പിക്കുന്നത്. ഈ ഗുണ്ടമ്മാവനെ ലൂക്ക ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേര് ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, അമ്മയുടെ ചേട്ടനാണ്. പുള്ളിക്കാരൻ ഇവരെക്കാട്ടിലും ആഴത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇരുണ്ട നിറം, വെളിച്ചമില്ലാത്ത കടലിൽ. മാത്രമല്ല ഇടയ്ക്കിടെ ഗ്യാസ് ട്രബിൾ വരുന്നതുകൊണ്ട് വയറ്റത്തൊന്ന് ഇടിച്ചു കൊടുക്കുകയും വേണം. ലൂക്ക ഇങ്ങനെ കരയിലൂടെ തെണ്ടി നടക്കുന്നതുകൊണ്ട് അവന് നല്ല പാഠം പഠിപ്പിക്കാനും ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് അമ്മ ഈ അമ്മാവന്റെ കൂടെ ലൂക്കയെ അയക്കാൻ വേണ്ടി നിൽക്കുക. ആ ഇരുട്ട് കടലിൽ ചെന്നാൽ പിന്നൊന്നും കാണാൻ പറ്റൂല. തിമിംഗലം കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും കഴിച്ച് അവിടെ ജീവിക്കുക, അത്രേ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ലൂക്ക പറയും, ഞാൻ പോകില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല, എനിക്ക് കാഴ്ചകൾ കാണണം, എന്നെ വെറുതെ വിടും അമ്മേ. അപ്പൊ അമ്മ പറയാണ്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ കടലിലേക്ക് മോനെ പറഞ്ഞു വിടുന്നത്. വാശി പിടിച്ചാൽ അടുത്ത വർഷം കൂടെ അവിടെ താമസിക്കേണ്ടി വരും. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് അറിയാലോ, അതുകൊണ്ട് പറയുന്ന അനുസരിക്കുക. ലൂക്ക ഇത് കേട്ടിട്ട് പിണങ്ങി മാറിപ്പോവുക. അവൻ എന്തായാലും കുടുക്കത്തിൽ പെട്ടു എന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോണം. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, ചോറ് കിട്ടൂല. ഞാൻ കുറെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന. ഇവിടെ എന്തായാലും ലൂക്ക വൈകിട്ട് എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പം നേരെ കരയിലേക്ക് വരിക, ആൽബർട്ടോയുടെ അടുത്തേക്ക്. ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൻ ആൽബർട്ടയോട് പറയും. വീട്ടുകാരവനെ ആഴക്കടലിലേക്ക് അയക്കാൻ പോവാ. ഇനി എന്ത് ചെയ്യും? കൂട്ടുകാരൻ പറയും, എന്നാ പിന്നെ ഇവിടെ തന്നെ താമസിച്ചോന്ന്. അതിന് ലൂക്ക, എന്നാൽ അവർ ഇവിടെയും വന്ന് എന്നെ കണ്ടുപിടിച്ചാലോ? അപ്പൊ ആൽബർട്ടോ സിറ്റിയിലേക്ക് നോക്കിയിട്ട് ലൂക്കയോട് ചോദിക്കുകയാണ്, എന്നാ പിന്നെ നമുക്ക് മനുഷ്യർ താമസിക്കുന്ന ആ സിറ്റിയിൽ പോയി താമസിച്ചാലോ? അവിടേക്ക് എന്തായാലും അച്ഛനും അമ്മയും വരില്ലല്ലോ. മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന വെസ്പ വണ്ടികൾ അവിടെ ഒരുപാടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ലൂക്ക ചോദിക്കുക, അതിന് മനുഷ്യന്മാരുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അവർ നമ്മളെ കണ്ടുപിടിക്കില്ലേ? അതിന് ആൽബർട്ടോ, നമ്മൾ രണ്ടുപേരും കൂടെ എന്തോരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, പിന്നെ ഇതാണോ വലിയ വിഷയം? നമുക്ക് ജീവിക്കാം, നീ പേടിക്കാതെ. നമ്മൾ നേരെ ആ സിറ്റിയിലേക്ക് നീന്തി പോകുന്നു. അവിടെ വെസ്പ ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി ഒരു വെസ്പ ഉണ്ടാക്കി തരാൻ പറയുന്നു. ഞാൻ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് 4 ചക്രമുള്ള ഒരു വെസ്പ ആൽബർട്ടോ ലൂക്കയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ വെസ്പ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പുതിയ സ്ഥലത്തേക്കും നമ്മളിങ്ങനെ അത് ഓടിച്ചു പോവുക. ഇത് കേട്ട പാടെ ലൂക്കയ്ക്കും ഭയങ്കര കുഷിയായി. എന്നാൽ ഇപ്പം തന്നെ പുറപ്പെടാമെന്നും പറഞ്ഞ് രണ്ടുപേരും ഓടിച്ചാടി വെള്ളത്തിൽ ചാടി ആ സിറ്റിയിലേക്ക് നീന്തി ഇങ്ങനെ പോവുക, പാട്ടും പാടി. വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് ചാടുമ്പോൾ അവരുടെ രൂപം മാറുന്നുണ്ട്. അതെല്ലാം രസിച്ച് അവരിപ്പോൾ ഏകദേശം കരയ്ക്കടുത്തെത്തി. കുറേ വീടുകളുണ്ട് അവിടെ. ഇനി എങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്നറിയില്ല. രണ്ടുപേർക്കും പേടിയാ. അപ്പോഴായിരിക്കും ഒരു ബോട്ട് അവരെ പാസ് ചെയ്തു പോകുന്നു. അതിലെ പയ്യൻ ഈ 2 മാക്രി കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അവൻ അപ്പനോട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പിള്ളേര് വെള്ളത്തിനടിയിൽ ചെന്നൊളിച്ചിരിക്കും. ആൾക്കാരവരെ ഈ കോലത്തിൽ കണ്ടാൽ സീ മോൺസ്റ്റേഴ്സ് ആണെന്നും പറഞ്ഞ് പിടിച്ച് കൊല്ലില്ലേ. അതുകൊണ്ട് അവരറിയാതെ കരയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു പഴയ പൊട്ടിയ ബോട്ട് വെള്ളത്തിന്റെ അടിയിൽ നിന്നെടുത്ത് അതും മറച്ചു പിടിച്ചിട്ടാണ് ഇവർ കരയിലേക്ക് കയറുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും മനുഷ്യരൂപത്തിലേക്കായി. ഇനി മനുഷ്യന്മാരുടെ ഇടയിലേക്ക് നടന്നു ചെല്ലണം. ആൽബർട്ടോ ഉണ്ട് ലീഡറായിട്ട്. നീ പേടിക്കാതെ, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് എന്റെ കൂടെ വന്നാൽ മതിയെന്നും പറഞ്ഞ് രണ്ടുപേരും നെഞ്ചു നിവർത്തി നടന്നു പോവുക. അപ്പോഴായിരിക്കും 2 മീൻപിടുത്തക്കാരാ വഴി വരുന്നത്.
ലൂക്ക പേടിക്കുന്നുണ്ട്. ആൽബർട്ടോ പറയും പേടിക്കണ്ട, അവരോട് ഇങ്ങനെ സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് എന്താടാ നിന്റെ കുഴപ്പം മണ്ട എന്നും പറഞ്ഞ് ഇവൻ മുന്നോട്ട് പോകും. അതാണല്ലോ ഇവർ ആദ്യമായിട്ട് പഠിച്ച മനുഷ്യരുടെ വാചകം. ആ മീൻപിടുത്തക്കാര് പിള്ളേരല്ലേ എന്നും പറഞ്ഞ് ഇവരെ തല്ലാതെ വിടുന്നു. ലൂക്ക വിചാരിക്കും അത് വർക്കൗട്ടായി, അവർക്ക് ഇവരെ ഇഷ്ടമായെന്ന്. ഇനി കാണുന്നവരോടൊക്കെ ഈ വാചകം പറയാന്ന് വിചാരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സിറ്റിക്ക് അകത്തേക്ക് കടന്നപ്പോൾ അവിടെ നിറച്ച് മനുഷ്യർ, കുറെ കുട്ടികളും ഉണ്ട് ഇവരെ പോലെ തന്നെ. അപ്പോഴായിരിക്കും രണ്ട് അമ്മച്ചിമാര് ഐസ്ക്രീമും ചവച്ചുകൊണ്ട് ഇവരെ പാസ് ചെയ്ത് പോകുന്നു. ഇപ്രാവശ്യം ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞ് ലൂക്ക ആ അമ്മച്ചിമാരോട് എന്താടീ നിന്റെ കുഴപ്പം മണ്ടി എന്ന് പറയാണ്. ഉടനെ അമ്മച്ചിമാര് തിരിഞ്ഞ് അവരെ കയ്യിലുള്ള കൊടയും ബാഗും വെച്ച് രണ്ട് പിള്ളേരെയും മണ്ടക്കിട്ട് കൂട്ടുകൊടുക്കും. എന്നിട്ട് ഐസ്ക്രീമും വലിച്ചെറിയുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് അടി കിട്ടിയാലും ഐസ്ക്രീം കിട്ടിയല്ലോ. അതവർ കഴിച്ചു നോക്കുമ്പോൾ ഇന്ന് വരെ അവർ കഴിച്ചിട്ടില്ലാത്ത അത്രയും സ്വാദ് ഇഷ്ടപ്പെട്ടു. അപ്പോഴായിരിക്കും ലൂക്ക ശ്രദ്ധിക്കുന്ന ഈ മനുഷ്യര് കടൽ ജീവികളെ പിടിച്ച് കൊല്ലുന്നത് വിനോദമായി വെച്ചിരിക്കുക. കയ്യിൽ കിട്ടി അവർ കൊന്നുകളെ. അതിന്റെ ചിത്രങ്ങളും സ്റ്റാച്യൂകളൊക്കെ അവിടെ ഒരുപാടുണ്ട്. ഈ സ്ഥലം ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് അവന് മനസ്സിലായി. നമുക്ക് വിട്ടുപോയാലോ എന്നവൻ ആൽബർട്ടയോട് ചോദിക്കുക പേടിച്ചിട്ട്. അപ്പോഴായിരിക്കും ഒരു ചുവന്ന വെസ്പയും ഓടിച്ച് ഏതോ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് സ്റ്റൈലായി വരുന്നു. ഇവര് മനസ്സിൽ ആഗ്രഹിച്ച വെസ്പ. അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. ഇവരോടി അതിനടുത്തേക്ക് ചെല്ലാൻ നോക്കുക. അപ്പോഴായിരിക്കും പിള്ളേര് കളിക്കുന്ന ഒരു പന്ത് അവരുടെ അടുത്തേക്ക് വരുന്നു. അത് അവര് തട്ടിത്തരാൻ പറയും അവരടുത്തേക്ക്. ലൂക്ക തട്ടുമ്പോൾ ഈ പന്ത് നേരെ പോയി കൊള്ളുന്നത് വെസ്പയിലേക്കാണ്, ആ ചെറുപ്പക്കാരന്റെ വെസ്പയിലേക്ക്. അത് പൊടുന്നനെ നിലത്തേക്ക് വീഴാൻ പോവാ. ഭാഗ്യത്തിന് ഒരു ഗുണ്ടുപയ്യൻ തടസ്സം നിന്ന് ആ വെസ്പ താഴെ വീഴാതെ രക്ഷപ്പെടുത്തും. ആ ഗുണ്ടുപയ്യൻ ഈ ചെറുപ്പക്കാരന്റെ വേലക്കാരനാണ്. ചെറുപ്പക്കാരന് ദേഷ്യമായി. അവൻ ഒരുപാട് ഇഷ്ടമുള്ള അവന്റെ സ്കൂട്ടറാണത്. അതിനാരാ തട്ടിയിട്ടേന്ന് അവൻ ചോദിക്കുക. പിള്ളേര് പറയും ലൂക്കയും ആൽബർട്ടോ ആണെന്ന്. ഈ രണ്ട് പിള്ളേരെ ആ ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ നാട്ടിൽ പുതിയതാണല്ലേ, എവിടുന്ന് വന്നു, എന്താണ് അതിൻ്റെയൊക്കെ കോലം, പിച്ചക്കാര വസ്ത്രവും ധരിച്ച് ഈ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു, എന്താ നിനക്ക് വേണ്ടത്? ഉടനെ ആൽബർട്ടോ പറയാണ് ഞങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല മിസ്റ്റർ വെസ്പ, ഞങ്ങളൊരു വെസ്പ അന്വേഷിച്ച് വന്നാണെന്ന്. അത് കേൾക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ചിരിച്ചിട്ട് എൻ്റെ പേര് വെസ്പ എന്നല്ല, എൻ്റെ പേര് വിസ്കോണ്ടി എന്നാ. ഞാനിവിടുത്തെ 5 തവണ പോട്രോസോ കപ്പ് ജയിച്ച ആളാണ്. അതിൻ്റെ പണം കൊണ്ടാണ് ഞാൻ എൻ്റെ വെസ്പ വാങ്ങിച്ചത്. ഞാൻ ഈ നാട്ടിലെ പ്രശസ്തനാണ്. എന്നെ അറിയാതെയാണോ നിങ്ങളവിടെ ജീവിക്കുന്നത്? രണ്ടിൻ്റെ ശരീരത്തുനിന്ന് നല്ല മീൻനാറ്റം ഉണ്ടല്ലോ. കുളിക്കാതെയാണോ നിങ്ങൾ ഇതിലൂടെ നടക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ആൽബർട്ടോ നിന്നെക്കാളും കൂടുതൽ സമയം ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ടടാ, എന്നിട്ടാണോ ഞങ്ങൾക്ക് മണമുണ്ടെന്ന് പറയുന്നത്? മേലി കുറ്റപ്പെടുത്തി എൻ്റെ സ്വഭാവം മാറുന്നും പറഞ്ഞ് ആൽബർട്ടോ വിരൽ ചൂണ്ടുകയാണ്. ഉടനെ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ച് ആൽബർട്ടോനെയും ലൂക്കേനെയും വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ പറയും. ഇവരെങ്ങാനും വെള്ളത്തിൽ വീണാൽ ഇവരെ രൂപം മാറില്ലേ, നാട്ടുകാർ പിടിച്ച് കൊന്നുകളയും. രണ്ടുപേരും പേടിച്ച് നിൽക്കുക. അപ്പോഴായിരിക്കും ഭാഗ്യത്തിന് അവിടെ മീൻ വിൽക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് ഇവരെ രക്ഷപ്പെടുത്തുന്നു. ആ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരന് ഇഷ്ടമല്ല. മേലി ഇവിടുത്തെ പിള്ളേരെ ഉപദ്രവിച്ചു പോരുത്, ഇവരെന്റെ കൂട്ടുകാരാ, ഞാനിവരെ കൊണ്ടുപോകാൻ വന്നാണെന്നും പറഞ്ഞ് അവൾ ഈ വിസ്കോണ്ടി പയ്യനെ തടയുന്നു. അപ്പൊ ആ പയ്യൻ കളിയാക്കും. കഴിഞ്ഞ തവണ മത്സരത്തിൽ ഈ പെൺകുട്ടി പങ്കെടുത്ത് ഛർദ്ദിക്കുകയായിരുന്നു. അവൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ജയിച്ചത് ഈ വിസ്കോണ്ടിയാ. അതുകൊണ്ട് അവൻ കളിയാക്കാണ്. ഇങ്ങനെ ഉശിരില്ലാത്ത പെൺപിള്ളേരുമായിട്ട് ഞാൻ സംസാരിക്കില്ല, അവരെന്റെ പുതിയ കൂട്ടുകാരാ, ഞാൻ അവർക്ക് ചില മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഗീലിയ പറയും അതാണ് അവളുടെ പേര്. കീലിയ പറയും അവരെന്റെ കൂട്ടുകാരാ, അവരെന്നെ കാണാൻ വന്നാന്നും പറഞ്ഞ് അവൾ അവരെയും രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോവാണ്. അപ്പോഴായിരിക്കും അവിടുത്തെ ഒരു പോലീസുകാരിയോട് നാട്ടുകാരൻ പറയുന്നത് മേഡം ഇന്നും ഒരാള് സീ മോൺസ്റ്ററെ കണ്ടിട്ടുണ്ട്, അതിനെ നിങ്ങൾ എപ്പോഴാണ് പിടിക്കാൻ പോകുന്നത്? അതിനാ പോലീസുകാരി പറയും സീ മോൺസ്റ്ററെ പിടിക്കുന്നവർക്ക് റിവാർഡ് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്തായാലും അതിനു വേണ്ടിയിട്ടെങ്കിലും ആൾക്കാർ അവരെ പിടിച്ചിരിക്കും, നിങ്ങളെ പേടിക്കണ്ട. ഉടനെ ആ ചെറുപ്പക്കാരൻ വിസ്കോണ്ടി എനിക്ക് തന്നെ വേണം ആ സമ്മാനം, ഞാൻ തന്നെയായിരിക്കും സീ മോൺസ്റ്ററെ പിടിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പിള്ളേര് പേടിക്കും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പൊ നമ്മുടെ കീലിയ അവനൊരു നാറിയ, നല്ല പ്രായമുണ്ട്, എന്നാലും കൊച്ചു പിള്ളയാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അവനെ മൈൻഡാക്കണ്ട, നിങ്ങളെ ആരും സഹായിക്കില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് വെച്ചത്. നമ്മളൊക്കെ അണ്ടർ ദ ഡോഗ്സ് അല്ലേ, കാണാൻ കുറച്ച് വിയേഡായിട്ടുള്ള പിള്ളേര്, അതുകൊണ്ട് നാട്ടുകാർക്ക് നമ്മൾ ഇഷ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. സോ നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്ന് റേസിൽ പങ്കെടുക്കാൻ വന്നാണോ, പോട്രോസോ കപ്പിന് വേണ്ടി? ഇത് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് പോലും അറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് നമ്മുടെ പിള്ളേർ. അവരവിടെ മിഴിച്ചു നിന്നോട്ടെ, എനിക്ക് മീൻ സപ്ലൈ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് കീലി അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോവാ. അപ്പൊ ലൂക്ക ആൽബർട്ടയോട് ചോദിക്കും നമുക്ക് ആ പോട്രോസോ കപ്പിനെ പറ്റി ആ പെൺകുട്ടിയോട് ചോദിച്ചാലോ? മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ ആ വെസ്പ വാങ്ങിച്ചത് ആ റേസിൽ പങ്കെടുത്തിട്ടാണത്രേ. അങ്ങനെയാണെങ്കിൽ നമുക്കും പങ്കെടുത്താലോ, ചോദിച്ചു നോക്കാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ചെന്ന് ഗീലിയോട് ചോദിക്കും റേസിൽ പങ്കെടുത്താൽ നമുക്ക് എന്താണ് കിട്ടുകയാണെന്ന്. ഗീലിയ പറയാണ് നമുക്ക് കുറെ പണം കിട്ടുമെന്ന്. ഇവർക്ക് പണം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇവർ വീണ്ടും ചോദിക്കുകയാണ് ആ പണം നമുക്ക് വെസ്പയാക്കി മാറ്റാൻ പറ്റുമോ, ഒരു ഭംഗിയുള്ള വെസ്പ ആ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോൾ ഗീലിയ പറയും അത്രയും പണമൊന്നും കിട്ടില്ല, കിട്ടുന്ന പണം കൊണ്ട് ഒരു പഴയ വെസ്പ വാങ്ങിക്കാം, അതുകൊണ്ടേ ആ വെസ്പ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഒരു തുരുമ്പെടുത്ത പഴയ വെസ്പ കാണിച്ചു കൊടുക്കുക. എന്നാൽ നമ്മുടെ പിള്ളേർക്ക് അത് കിട്ടിയാൽ പോലും സ്വർഗമാണ്, ഏതെങ്കിലും ഒരു വെസ്പ കിട്ടിയാൽ മതി. ഇവർക്ക് ആ പഴയ വെസ്പ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ ലോകം മൊത്തം ചുറ്റി കറങ്ങാലോ. എന്നാ പിന്നെ ഉറപ്പായിട്ടും റേസിൽ നമുക്ക് പങ്കെടുക്കാം, നമുക്ക് ജയിക്കുകയും ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ഗീലിയ പറയാ അതിന് നിങ്ങൾ ആ എരുമപ്പയ്യനെ ജയിക്കണമെന്ന്. അതിനെന്താ, ഞങ്ങൾ ജയിക്കാൻ തയ്യാറാണല്ലോ, ഞങ്ങൾ ജയിക്കുകയും ചെയ്യും വെസ്പ വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ ഗീലിയ
അങ്ങനെ ആരെങ്കിലും അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓരോ സമ്മറിനും അവൻ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അവനെ ജയിക്കും. എന്നിട്ട് ഞാൻ മേടിക്കുക സമ്മാനം. ഇതങ്ങനെ സാധാരണ റേസ് അല്ല, ഇതിവിടുത്തെ ട്രഡീഷണൽ റേസാ. അതിൽ സ്വിമ്മിംഗ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പാസ്ത കഴിക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ആൽബർട്ടോ, അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്കും ജയിക്കാൻ അറിയാമെന്നും പറഞ്ഞ് മാറിപ്പോവാ. ഉടനെ ലൂക്ക, ഇങ്ങനെ മാറിപ്പോകാതെ, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയില്ലല്ലോ, ആ പെൺകുട്ടിയോടൊപ്പം ചേർന്ന് ടീമായി നമുക്ക് മത്സരിച്ചാലോ, ചിലപ്പോൾ ഒന്നുകൂടെ ജയിക്കാൻ എളുപ്പമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ആൽബർട്ടോ ഓടിച്ചെന്ന് കീലിയോട് ചോദിക്കുക, ഞങ്ങളെയും കൂടെ നിന്റെ ടീമിലേക്ക് ചേർക്കുമെന്ന്. അവള് പറയും, ഞാൻ ഒറ്റയ്ക്കാ മത്സരിക്കുന്ന, ആരെയും കൂടെ കൂട്ടത്തില്ലെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവളെ വണ്ടി ഒരു കുഴിയിൽ വീഴുന്നുണ്ട്. നമ്മുടെ പിള്ളേരാണ് ആ വണ്ടി രക്ഷപ്പെടുത്തുക. എന്നിട്ട് ഇവർ പറയും, ഇപ്പൊ കണ്ടോ, നിനക്ക് സഹായം ആവശ്യം വന്നില്ലേ, നമ്മളെല്ലാവരും ഒരേപോലത്തെ തെണ്ടി പിള്ളേരല്ലേ, എന്നിട്ട് ഇവിടെ വേർതിരിവ് കാണിക്കണം, നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം, എന്നാൽ ജയിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അത് കേൾക്കുമ്പം കീലിയയ്ക്കും തോന്നും ഇവർ പറയുന്നത് സത്യമാണെന്ന്. എന്നാൽ പിന്നെ ഒരു ടെസ്റ്റ് നടത്തി നോക്കാമെന്നും പറഞ്ഞ് ലൂക്കയെ സൈക്കിൾ ഓടിക്കാൻ പറയുന്നു. അവൻ ഇപ്പോഴാണ് നടക്കാൻ പഠിച്ചു തന്നെ, അതുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ അവൻ അറിയുന്നില്ല. നീ ഇങ്ങനെ താഴേക്ക് നോക്കാതെ മുന്നിലേക്ക് നോക്കി ഓടിക്കുക, എന്നാലേ നിനക്ക് ഓടിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കിനിയ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലൂക്ക ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഓടിക്കുന്നുണ്ട്. അവനെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോണ്ടിന് മോളിൽ കൂടെ ഈ സൈക്കിൾ ഓടിക്കാൻ പറയുക. അവനെങ്ങാനും ആ പോണ്ടി വീണാൽ പിന്നെ മാക്രിക്കോലത്തിലേക്ക് മാറും. അതുകൊണ്ട് ചെറുക്കൻ പേടിച്ച് വീഴാൻ നേരം പോണ്ടി വീഴാതെ മാറി വീഴുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ആൽബർട്ടോ, നിന്നെക്കൊണ്ട് നീന്താനെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കിലിയ. ഉടനെ അവൻ, പിന്നെന്താ, വെള്ളത്തിൽ ജീവിക്കുന്ന എനിക്ക് നീന്താൻ അറിയില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ലൂക്ക ഒരു ഇടി കൊടുക്കും. അപ്പം ആൽബർട്ടോ, ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞാ, എനിക്ക് നീന്താനേ അറിയില്ല, പക്ഷെ നന്നായിട്ട് തിന്നാൻ അറിയാമെന്ന് പറയും. ഇവക്ക് സംശയം വന്ന്, സത്യത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുക. നമ്മുടെ പിള്ളേർ പറയും, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാ, എൻ്റെ വീട്ടുകാരെന്നെ ഒരു മോശപ്പെട്ട സ്ഥലത്തേക്ക് അയക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഓടിയതാ. ഈ റേസ് ജയിച്ചാൽ എനിക്ക് ആ വെസ്പ കിട്ടും, പിന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ലോകം ചുറ്റി നടക്കാം, അതിനുവേണ്ടി വന്ന. അവൻ്റെ കഥ കേൾക്കുമ്പോൾ കിലിക്ക് സങ്കടം വരും. എന്നിട്ട് അവൾ ആൽബർട്ടോയോട് ചോദിക്കുക, നിനക്കെന്താണ് പ്രശ്നമെന്ന്. അവൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ലൈഫ് അടിപൊളിയായിരുന്നു, പിന്നെ ഈ പൊട്ടൻ ചക്കം വന്നപ്പോൾ ഞാൻ ഇവനെ സഹായിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു അവസരം കൂടെ തന്നൂടെ എന്ന് ലൂക്ക ചോദിക്കുക. ആൽബർട്ടോ കഴിക്കാൻ തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ ആൽബർട്ടോ ഭക്ഷണ മത്സരത്തിൽ പങ്കെടുക്കട്ടെ. ലൂക്ക സൈക്കിൾ ഓടിക്കും, ഗിലിയ സ്വിമ്മിങ് ചെയ്യും. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുക. പക്ഷേ ഈ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ എൻട്രി ഫീസ് വേണം. അതിനാശ്രയം അപ്പൻ മാത്രമാണെന്നും പറഞ്ഞ് ഇവള് പിള്ളേരെയും വിളിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക. വലിയ പെരുത്തൊരപ്പൻ, അയാൾക്ക് മീൻ വെട്ടുന്നതാണ് പണി. പുള്ളിയെ കണ്ട ഉടനെ പരിചയപ്പെടാൻ വേണ്ടി ആൽബർട്ടോ, നിനക്കെന്താടാ കുഴപ്പം മണ്ടാ എന്ന് പറയാൻ വരിക. ഭാഗ്യത്തിന് ലൂക്ക വാ പൊത്തിപ്പിടിച്ചു. ഇയാൾ എന്തായാലും കടൽ ജീവികളെ കൊന്നിട്ടാണ് ജീവിക്കണമെന്ന് ഇവർക്ക് മനസ്സിലായി. രണ്ടുപേരും പേടിച്ചിരിക്കുക. നിങ്ങൾ എന്തിനെയൊക്കെ കൊല്ലും എന്ന് ചോദിക്കുക അവർ. ആ അപ്പം പറയും, നീന്തണ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന്. പോരാത്തതിന് ഇവിടെ സീ മോൺസ്റ്റേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു പത്രവാർത്തയും പ്രചരിക്കുന്നുണ്ട്. കിലിയ പറയും അതൊക്കെ കള്ളവാർത്തയാണെന്ന്. പക്ഷെ അപ്പൻ ഉറപ്പായിട്ട് ആ സാധനങ്ങളുണ്ട്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊല്ലൂന്ന് പറഞ്ഞ് ആ പേപ്പർ കട്ടിങ്ങിലേക്ക് കത്തി കുത്തി ഇറക്കുക. ഇത് കണ്ട് ലൂക്ക പേടിച്ച് വായിലുള്ള വെള്ളം നമ്മുടെ ആൽബർട്ടോടെ മുഖത്ത് തുപ്പും. ഉടനെ അവന്റെ രൂപം മാറുവാണ്. പിള്ളേര് രണ്ടും ചാടി ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുക. പക്ഷെ അവിടെ ഒരു പൂച്ച ഇരിപ്പുണ്ട്. ഈ പൂച്ചയ്ക്ക് മീനും മാന്തളും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാലോ. അതുകൊണ്ട് പൂച്ച വിശപ്പോടുകൂടി ഇവരെ നോക്കിയിരിക്കുക. പെട്ടെന്ന് തന്നെ പിള്ളേർ മുഖം തുടച്ച് മുകളിലേക്ക് വരും. കാല് വഴുതി താഴെ വീണതെന്ന് പറയാം. പക്ഷെ ഈ പൂച്ച അതുവരെ വിടുന്നില്ല. തരം കിട്ടിയ മാന്തി പറിക്കാൻ വേണ്ടി അത് തയ്യാറായിട്ട് നിൽക്കായിരിക്കും. അപ്പോഴേക്കും ഭക്ഷണം വന്നു. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. പക്ഷെ കഴിച്ചു പോകുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. രണ്ടുപേരും ആക്രമണത്തോടെ വെട്ടി വിഴുങ്ങാൻ തുടങ്ങും. അപ്പം അപ്പൻ ചോദിക്കുകയാണ്, ഈ പിള്ളേർ എവിടെ നിന്നാണ് വന്നതെന്ന്. കിനിയ പറയും, അവരെൻ്റെ സ്കൂളിലെ കൂട്ടുകാരാ, ജനീവോയിൽ നിന്നും വന്നാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് റേസിൽ പങ്കെടുക്കാൻ പോവാ. ഇത് കേൾക്കുമ്പോൾ അപ്പൻ, നീ റേസിൽ പങ്കെടുത്ത് തോറ്റിട്ട് കരഞ്ഞോണ്ടിരുന്ന ഓർമ്മയില്ലേ, ഇനി പങ്കെടുക്കണ്ട, അത് നല്ലതിനല്ല എന്ന് പറയും. അപ്പം കിലിയ, പപ്പ പേടിക്കാതെ, ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരുമില്ലേ, ഞങ്ങൾ 3 പേരും ഉറപ്പായിട്ടും മത്സരിച്ച് ജയിക്കും. ഇനി തോറ്റാൽ പോലും ഞാൻ വിഷമിക്കില്ല. അതുകൊണ്ട് പപ്പ തടസ്സം പറയരുത്, ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ പപ്പ പറയാണ്, പക്ഷെ എൻട്രി ഫീസിന് എൻ്റെ കയ്യിൽ പണമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ മീൻ കിട്ടുന്നതും കുറവാണ്. കുറേയധികം മീൻ വിറ്റാൽ മാത്രമേ അതിനുള്ള പണം ഉണ്ടാവുള്ളൂ. ഇത് കേട്ട ഉടനെ നമ്മുടെ പിള്ളേർ ലൂക്കയും ആൽബർട്ടോയും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, മീൻ പിടിക്കാൻ സഹായിക്കാം, അങ്ങനെയാണെങ്കിൽ പണം കിട്ടുമല്ലോ എന്ന് പറയാം. അപ്പോൾ പപ്പയും സമ്മതിക്കും. എന്നാൽ പിന്നെ നാളെ തന്നെ നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ വായോ, കുറേയധികം മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻട്രി ഫീസ് തരാം. ഇവരും സമ്മതം പറയും. എന്നിട്ട് പോകാൻ നേരം ഈ പൂച്ച വിടുന്നില്ല. പൂച്ച 2ൻ്റെയും മണ്ടയ്ക്ക് ചാടിക്കേറി മാന്തി പറിച്ച് തിന്നാൻ നോക്കുക. ഭാഗ്യത്തിന് ഗിനിയ അവരെ രക്ഷപ്പെടുത്തും. ഇത് കഴിഞ്ഞ് പിള്ളേര് എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. സോ അവർക്ക് താമസിക്കാൻ വീടില്ല, സ്ഥലമില്ല എന്നുള്ളത് കിനിയ മനസ്സിലാക്കി. അപ്പോൾ അവള് പറയും, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഏറുമാടത്തിൽ താമസിച്ചോ, ഞാൻ ഒഴിവ് സമയങ്ങളിൽ അവിടെയാണ് ചിലവഴിക്കാം, അവിടെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണെന്ന്. അങ്ങനെ സ്ഥലം ഇവളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവർക്കത് ഇഷ്ടപ്പെടും, അവിടെ തന്നെ താമസിക്കാമെന്ന് പറയും. തൊട്ടടുത്തുള്ള മുറിയിലാണ് അവൾ കിടക്കുന്നത്. എല്ലാവരും പോയി കഴിയുമ്പോൾ ലൂക്ക ആൽബർട്ടോയോട് പറയാണ്, ജസ്റ്റ് മിസ്സിനെ നമ്മൾ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന് ആൽബർട്ടോ, നീ പേടിക്കാതെ, ഈ മനുഷ്യരെ പറ്റിക്കുന്ന
പറ്റിക്കാൻ ഇത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്കവരെ പറ്റിച്ച് കുറെ കാലം ഇങ്ങനെ കഴിയാം, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇതും പറഞ്ഞ് അവർ കിടന്നുറങ്ങും. പിറ്റേ ദിവസം കാലത്ത് ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. പിള്ളയെ കാണാനില്ല എന്ന് പറഞ്ഞ് തള്ളയും തന്തയും വെള്ളത്തീന്ന് കരയിലേക്ക് വന്നിരിക്കുക. നമ്മുടെ ലൂക്കയുടെ അച്ഛനും അമ്മയും കൊച്ചിനെ അന്വേഷിച്ചിപ്പോൾ സിറ്റിയുടെ കരയിലേക്ക് വന്നു. മനുഷ്യന്മാര് കാണരുത്, കണ്ടാ നമ്മൾ പെടുവെന്ന് അമ്മ പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, മൂക്കിന് താഴെ പുൽമേടുള്ള ഒരു മനുഷ്യൻ. അയാളെ കണ്ടുടനെ നീ എന്നെ പിടിക്കോടാ മനുഷ്യാന്ന് ചോദിച്ച് അമ്മച്ചി മേത്ത് കയറിയിരുന്ന് തല്ല. അപ്പൊ അപ്പം കരഞ്ഞിട്ട് പറയും, ഇത് ഞാനാടി, നിനക്ക് മനസ്സിലായില്ലേ, എന്നെ വെറുതെ വിട്, നമ്മളെ മനുഷ്യക്കോലത്തിലേക്ക് മാറിയതാണ്. അപ്പോഴാണ് അമ്മച്ചി മനസ്സിലാക്കുക അവർ രണ്ടുപേരും മനുഷ്യക്കോലത്തിലേക്ക് മാറിയെന്നുള്ളത്. എന്നാൽ ഈ രൂപം അമ്മച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പഴയതായിരുന്നു ഭംഗി. എന്തായാലും ഇവർ ഒളിച്ചും പാത്തും പിള്ളേരെ അന്വേഷിച്ച് നടക്കുക. ആ സമയത്തായിരിക്കും ലൂക്കയും അൽബർത്തോയും ഉറക്കത്തിന്ന് എഴുന്നേൽക്കുന്നു. ഇവരറിഞ്ഞിട്ടില്ല, രാത്രിയൊക്കെ മഴ പെയ്യായിരുന്നു. അതുകൊണ്ട് ഇവരുടെ രൂപം മാറിയിട്ടുണ്ട്, വെള്ളം തട്ടിയിട്ട്. ഉടനെ ലൂക്ക അൽബർട്ടോയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, എടാ ആകാശത്തുനിന്ന് വെള്ളം ലീക്കായി, നീ എഴുന്നേൽക്ക്, ആരെങ്കിലും കാണണ്ട, നമുക്ക് ഒളിക്കണം എന്ന് പറഞ്ഞ് ഇവര് മാറാൻ നോക്കുമ്പോഴേക്കും ഗിനി അതാ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇവര് നിലത്തേക്ക് ചാടും. അപ്പണ്ട് ആ ഗുണ്ടുഡാഡി അങ്ങോട്ട് വന്നിരിക്കുന്നു. ഓടിച്ചെന്ന് മരത്തിന് പുറകെ ഒളിച്ചിരുന്ന് ശരീരത്തുള്ള വെള്ളമെല്ലാം തുടച്ചു കളയാം. അപ്പൊ അവർ പഴയ രൂപത്തിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് അവർ ചെന്ന് ഗിനിയെ കാണും. ഗിനി അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോഴായിരിക്കും അപ്പൻ കത്തിയും വടിവാളും ഒക്കെ ആയിട്ട്, നമുക്കിനി മീൻ പിടിക്കാൻ പോകാൻ സമയമായി, രണ്ടുപേരും വരുമെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോവാം. ബോട്ടിൽ പോകുന്ന വഴി ഒരപ്പൂപ്പൻ ഇവരെ കണ്ടിട്ട് പറയും, ആ ഭാഗത്തെങ്ങാനും സീ മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണേ, അതുങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ആക്രമിക്കും. ഉടനെ പെരുണ്ടാടി പറയാണ്, പേടിക്കണ്ട, അതുങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല, കണ്ണീ കണ്ടാൽ തന്നെ ഞാൻ കുത്തിക്കൊല്ലും. നമ്മുടെ പിള്ളേർ രണ്ടുപേരും പേടിച്ചിരിക്കുക. ഇത്തിരി വെള്ളങ്ങാനും ദേഹത്ത് വെട്ടാൽ അവരെ രൂപം മാറി ഈ അപ്പൻ അവരെ കൊന്നുകളഞ്ഞാലോ. പോരാത്തതിന് കിട്ടിയ ഗ്യാപ്പിനൊക്കെ പൂച്ച അവരെ പിടിച്ച് തിന്നാൻ നോക്കുന്നുണ്ട്. ലൂക്ക പൂച്ചയെ വെള്ളത്തിൽ പിടിച്ച് മുക്കിയിട്ട് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അതിനൊരു മീൻ കൊടുക്കും. ഈ അപ്പന് ഒരു കൈയില്ല. അതെങ്ങനെയാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ജനിച്ച തന്നെ ഒരു കൈ ഇല്ലാതെ അത്രേ. പക്ഷെ ഒറ്റ കൈ കൊണ്ട് 10 പേരെ ഇടിച്ചിടാനുള്ള ബലം പുള്ളിക്കാരനുണ്ട്. ഇവർ കുറേ നേരം വലയിട്ടിട്ടും മീനൊന്നും കിട്ടുന്നില്ല. അപ്പോഴായിരിക്കും അൽബർട്ടോ പറയുക, ഇത്രയും സൂര്യനുള്ള സമയത്ത് ഈ ഭാഗത്ത് മീനുണ്ടാവില്ല, കുറച്ചപ്പുറത്തായി ഐലൻഡിന് താഴെയായിരിക്കും മീനുകൾ ഒളിച്ചിരിക്കുന്നത്, അങ്ങോട്ട് ചെന്നാൽ നമുക്ക് കിട്ടുമെന്ന്. എന്തായാലും ഈ ചെറുക്കം പറയുന്ന കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൻ അവരെയും കൂട്ടി ഐലൻഡിന് അടുത്ത് ചെന്ന് വലയിടുന്നു. അപ്പണ്ട് വഞ്ചി നിറച്ച് മീൻ അവർക്ക് കിട്ടും. സോ പെരുണ്ടാടിക്ക് മനസ്സിലായി പിള്ളേർക്ക് മീനുകളെ പറ്റി അറിയാന്നുള്ളത്. അങ്ങനെ ആ മീനെല്ലാം ഇവർ കരയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കാണുമ്പോൾ ഗിനിയയ്ക്ക് സന്തോഷമാവും. ആ സമയത്ത് ലൂക്കയുടെ അച്ഛനും അമ്മയും മനുഷ്യന്മാരുടെ 2 വസ്ത്രം എടുത്ത് അണിഞ്ഞ് മനുഷ്യരുടെ ഇടയിലേക്ക് കുഞ്ഞിനെ തപ്പാൻ വേണ്ടി ഇറങ്ങാണ്.